ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷിട്ടുവിനെ, നമ്മുടെ ദേ ഇരിക്കുന്ന നമ്മുടെ ഷിട്ടുക്കുട്ടനെ ഇന്ന് ഗ്രൂം ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഞാൻ തന്നെയാണ് ഷിട്ടുവിനെ ഗ്രൂം ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം അതാണ്. ഷിട്ടുവിനെ ഗ്രൂം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ദിവസത്തിൻ്റെ പാതി ദിവസം പോവാറുണ്ട്. നമ്മളൊന്ന് സമയമെടുത്ത് ചെയ്യുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ ഇന്ന് കുറച്ച് തനു ഉണ്ടായ ശേഷം ഞാൻ അവനെ കുറച്ച് സ്പീഡായിട്ടാണ് ചെയ്യാറുള്ളത്. കാര്യം തനു ഉച്ചയാകുമ്പോൾ വരും. അപ്പോൾ അതിനു മുമ്പേ അവനെ ഗ്രൂം ചെയ്ത് സെറ്റ് ചെയ്ത് കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതെ, ഹോളിലൊക്കെ ടോയ്സൊക്കെ വാരി വലിച്ച് കിടപ്പുണ്ട്. അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഇന്ന് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ആയിരുന്നു. ലൈറ്റായിട്ട് ഇങ്ങനത്തെ ഹെവി വർക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ ലൈറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്. കാര്യം സമയമില്ല നമുക്ക്. അപ്പോൾ അതെ, ഞാൻ ആദ്യം തന്നെ വന്ന് എനിക്ക് വാഷ് ബേസിൻ്റെ അവിടെ ഇട്ടാണ് അവനെ ഗ്രൂം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റണം. അപ്പോൾ അതിൻ്റെ ബിഗ് ബോക്സ് അവിടെ കണ്ടപ്പോഴത്തേന് എനിക്കൊരു ലിപ്സ്റ്റിക്ക് ഇടാനൊരു മോഹം. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് കേട്ടോ. വട്ടാണ്, ഇടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതെ, എല്ലാം ഞാൻ ഒതുക്കി സൈഡിലോട്ട് വെക്കുകയാണ്. അതുപോലെ ഇനി അവനെ അവിടെ വെച്ചിട്ട് ആ ഒരു ഹൈറ്റിൽ ഗ്രൂം ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ ഒരു സെയിം ഹൈറ്റിൽ തന്നെ, സെയിം അല്ല എന്നാലും ഒരു വിധം കിട്ടുന്ന രീതിയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷിട്ടുവിൻ്റെ ഗ്രൂമിങ് കിറ്റ്. അപ്പോൾ അതിനു മുമ്പ് അവിടെ കുറച്ച് വെള്ളമൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞങ്ങൾ തുടച്ച് മാറ്റി. 2 സിസേഴ്സ് ഉണ്ട്, പിന്നെ ക്ലിപ്സ്, നമുക്ക് 6mm 3mm എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ക്ലിപ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ട്രിമ്മറുണ്ട്, ചാർജറുണ്ട്. ഇത് ചാർജ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലാണ്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ ഷിട്ടുക്കുട്ടൻ. ഇതാണ് ഇപ്പം അവൻ്റെ കോലം. സാധാരണ ഞാൻ അവനെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വിടാറേ ഉള്ളൂ. പക്ഷേ ഇന്ന് നന്നായിട്ട് ട്രിം ചെയ്ത് നല്ലതായിട്ട് ഷോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മളിവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പം ഞാനും തനുവും കൂടെ നാട്ടിലേക്ക് പോവുകയാണ് കുറച്ച് ദിവസത്തേക്ക്. എന്നിട്ട് ശ്രീയും ഷിട്ടുവും കൂടെ ഷിഫ്റ്റ് ചെയ്താണ് പോകുന്നത്. എവിടെയാണ് സ്ഥലം എന്നുള്ളത് വരുന്ന വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഷിട്ടുവിനെ ഒന്ന് നല്ല ഹെയറായി നന്ന് ഗ്രൂം ചെയ്യാനായിട്ട് വെളിയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 2500 എബോവ് എന്തായാലും ആവും. കാര്യം എന്ന് വെച്ചാൽ പിന്നെ കട്ട് അനുസരിച്ചിരിക്കും കേട്ടോ. അവർക്ക് ഹെയർ സ്റ്റൈലും സ്റ്റൈലിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് എക്സ്ട്രാ ആണ്. അപ്പം അത് ഡിപ്പെൻസ് ആണ്. കാര്യം വെച്ചാൽ നമ്മൾ കൊണ്ടുപോകുന്ന സ്ഥലം അനുസരിച്ചിരിക്കും കേട്ടോ അവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഷിട്ടുവിനെ ഗ്രൂം ചെയ്യാറുള്ളത്. അപ്പോൾ ഇടയ്ക്ക് പണ്ടൊക്കെ വെച്ചാൽ ഒട്ടും നിവൃത്തിയില്ല. എനിക്ക് അവനെ വയ്യാണ്ട് കിടക്കുകയാണ്, ഒട്ടും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ളൊരു കണ്ടീഷനിൽ മാത്രമേ അവനെ നമ്മൾ പാർലറിൽ കൊണ്ടുപോകാറുള്ളൂ. അല്ലാത്ത സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും ഓൾമോസ്റ്റ് 9 months വരെ ഞാൻ തന്നെയാണ് അവനെ കുളിപ്പിച്ച്. നമ്മുടെ ഷിട്ടുവിനെ എൻ്റെ ഒരുമിച്ചുള്ള കുളിയായിരുന്നു. അവനെ കുളിപ്പിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ കുളിച്ച് റെഡിയായ ശേഷം പിന്നെ അവനെ ഡ്രൈ ചെയ്ത് എടുക്കാറാണ് പതിവ്. അങ്ങനെ തന്നെയായിരുന്നു. ഡെലിവറി കഴിഞ്ഞ സമയത്താണ് കുറച്ച് പാടുപെട്ടത്. കാര്യം അന്നേരം നമ്മൾ ഇടയ്ക്ക് പാർലറിൽ കൊണ്ടുപോകേണ്ട ആവശ്യം വന്നു. ഒരു തവണ ഹെയർ ട്രിം ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഹെയർ ഒന്ന് ഷേപ്പ് ചെയ്ത് വിടുകയാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 1 month കഴിയുമ്പോൾ പിന്നെയും അതൊക്കെ നല്ല വളർന്ന് കടുപോലെയാവും. അങ്ങനെയാണ്. അപ്പോൾ അന്നേരം മാത്രം ഡെലിവറി കഴിഞ്ഞപ്പോൾ മാത്രം കുറച്ച് അവനെ ഒന്ന് നോക്കാൻ ഇത്തിരി പാടുപെട്ടു. എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. കാര്യം തനുവിൻ്റെ കാര്യമായിരുന്നു ഫുൾ ടൈം അന്നേരം നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാനൊന്ന് എണീറ്റപ്പോഴത്തേന് പിന്നെയും സെറ്റായി തുടങ്ങി. കാര്യം തന്നു ഒന്ന് നമ്മൾ കൊച്ചി പോയിട്ട് നമ്മൾ ഇടയ്ക്ക് പാർലർ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാക്കനാടുള്ള റോംസ് ആൻഡ് റാക്സിലായിരുന്നു നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അവിടെ. അപ്പോൾ അങ്ങനെ അതെ, അവനെ ഓൾമോസ്റ്റ് ബോഡിയൊക്കെ ട്രിം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ കൈയൊക്കെ ഒന്ന് വൃത്തിക്കെടുക്കണം. കൈ സാധാരണ അവൻ എന്താ ചെയ്യണമെന്ന് അറിയോ, നമ്മളെ ഫേസിലെ അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കും. എന്നിട്ട് കാലും കൈയും അതൊക്കെ ഒന്ന് ഷൂ കട്ട് ചെയ്ത് എടുക്കും. ഷൂ കട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ആ പോയുടെ ഏരിയ മാത്രം നല്ലതായിട്ട് ഇങ്ങനെ ട്രിം ചെയ്തെടുക്കില്ല. ഒരു നോർമൽ രീതിയിൽ ഇൻഫെക്ഷൻ ഒന്നും വരാത്ത രീതിയിൽ ട്രിം ചെയ്ത് അങ്ങ് എടുക്കും. അല്ലെങ്കിൽ എന്താ പറ്റുന്നത് വെച്ചാൽ ഇവർ ഈ വെള്ളത്തിലൊക്കെ ബാൽക്കണിയിലൊക്കെ വെള്ളം കിടക്കും കേട്ടോ. അന്നേരം ചെറുതായിട്ടൊന്ന് വെള്ളം തട്ടി അതൊന്ന് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, ഡ്രൈ ആവാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് ഇൻഫെക്ഷൻ ആവും. അതുകൊണ്ടാണ് ഷൂ കട്ട് ചെയ്ത് വിടുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഷേപ്പ് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്കി കണ്ടോ ലാസ്റ്റ് അവൻ എങ്ങനെയായിരിക്കണമെന്നുള്ളത്.
ഓക്കെ ഗൈസ്, ദേ അങ്ങനെ ഇരുന്നും കിടന്നും ഒക്കെ ഞാൻ ട്രിം ചെയ്തു. നല്ല ചൂടുണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കറണ്ടും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ എല്ലാം കഴിഞ്ഞു, ട്രിമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവനെ മുഖമൊക്കെ ഷേപ്പ് ചെയ്ത് സെറ്റാക്കി വെച്ചു. ബാക്കി ഇത് ഇത്രയും ഹെയർ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഞാൻ വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ ശ്രീ വന്നിട്ട് ഇന്ന് ശ്രീ ഉണക്കാം എന്ന് പറഞ്ഞു. അപ്പം അവനെ ഡ്രൈ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഇങ്ങനെ ഇരിക്കണത് അവനെ ഡ്രൈ ചെയ്യണം നമ്മുടെ വാക്യൂം ക്ലീനറില്ലേ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിന് 2 ഗുണമുണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് വാക്യൂം ചെയ്യാൻ പറ്റും, ഒന്ന് നമ്മുടെ ഷിട്ടുവിനെ മുടി ഉണങ്ങാനും പറ്റും കേട്ടോ. അതുകൊണ്ട് അടിപൊളി ഒരു ഐറ്റമാണ് കാര്യം. അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ടാണ് അവന് പണ്ടൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നല്ല സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു പെട്ടെന്നുള്ള തീരുന്ന പരിപാടിയല്ല. ഒരു 3 hours ഒക്കെ നന്നായിട്ട് 3 hours 4 hours ഒക്കെ അങ്ങ് പോവും നമ്മുടെ ഹെയർ ഡ്രയർ ആണ് യൂസ് ചെയ്യണമെങ്കിൽ. ഇതിലിങ്ങനെ ടപ്പ് ടപ്പേന്ന് പറഞ്ഞ കാര്യങ്ങൾ കഴിയും കേട്ടോ. പ്രത്യേകിച്ച് ഷോർട്ട് ഹെയർ കൂടെ ആയതുകൊണ്ട് വേഗം തന്നെ ഉണങ്ങി കിട്ടും. അങ്ങനെ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കനും ചോറും കൊടുത്തിട്ടുണ്ട്, അവൻ കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് പുറത്തു നിന്നാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം മേടിക്കുന്ന ഒരു മീൽ സെറ്റാണ്. റൈസ് ഉണ്ട്, രാജ്മ, സാലഡ്, പിന്നെ റൊട്ടി, ബട്ടർ ചിക്കൻ, അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചിക്കൻ കറികളുടെ ഉണ്ട്. ഞാൻ ചൂസ് ചെയ്തത് വേറെ എന്തോ ആയിരുന്നു, എനിക്ക് പേരറിഞ്ഞൂടാ. ശ്രീ ബട്ടർ ചിക്കൻ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാം റെഡിയായിട്ട് ദേ വന്ന് ഞാൻ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് കിടക്കാനേ സമയമുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തനുക്കുട്ടീനെ വിളിക്കാൻ പോകണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷിറ്റുവിൻ്റെ ഗ്രൂമിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇനിയും അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് വ്ളോഗ്സും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ്. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം നല്ലൊരു അടിപൊളി കണ്ടൻറ്റുമായിട്ട് കാണാം. അതിലേക്കും ടാറ്റാ, ബൈ ബൈ.